ഹായ് ഓൾ, വെൽക്കം ടു വൺസ്. നമ്മൾ നോക്കുന്നത് SYCSEയുടെ സബ്ജക്റ്റായ മൈക്രോ കൺട്രോളർ എന്ന് പറയുന്ന സബ്ജക്റ്റാണ്. ഐ റിപ്പീറ്റ്, മൈക്രോ കൺട്രോളർ. സബ്ജക്റ്റ് കോഡ് PBCST504. ക്രെഡിറ്റ് വന്നിരിക്കുന്നത് 4 ക്രെഡിറ്റ് ആണ് ഈ സബ്ജക്റ്റിൽ ഉള്ളത്. ഇന്റേണൽ മാർക്ക് വന്നിരിക്കുന്നത് 60 മാർക്കാണ്. യൂണിവേഴ്സിറ്റി എക്സാം മാർക്ക് വന്നിരിക്കുന്നത് 40 മാർക്കാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ആ സിലബസ് നോക്കുകയാണെങ്കിൽ സിലബസിലെ ഫസ്റ്റ് ലൈനാണ് ഓവർവ്യൂ ഓഫ് എംബഡഡ് സിസ്റ്റം ആൻഡ് അപ്ലിക്കേഷൻസ് ഓഫ് എംബഡഡ് സിസ്റ്റം എന്ന് പറയുന്ന ടോപ്പിക്. ഓവർവ്യൂ ഓഫ് എംബഡഡ് സിസ്റ്റം ആൻഡ് അപ്ലിക്കേഷൻസ് ഓഫ് എംബഡഡ് സിസ്റ്റം എന്ന് പറയുന്ന ടോപ്പിക്. ആ ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസ്സിലോട്ട് കടക്കുന്നു. വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കാണുക. ഒരുപാട് ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്നത്തെ ക്ലാസിന്റെ ഔട്ട്ലൈൻ. 2 പോയിന്റ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, ബ്ലോക്ക് ഡയഗ്രാം ഓഫ് എംബഡഡ് സിസ്റ്റം. യൂണിവേഴ്സിറ്റി എക്സാമിന് സ്ഥിരമായി ചോദിക്കുന്ന ക്വസ്റ്റ്യനിൽ ഒന്നാണ് ഡ്രോ ദ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് എംബഡഡ് സിസ്റ്റം ആൻഡ് എക്സ്പ്ലെയിൻ ദ ഫങ്ഷൻസ് ഓഫ് ഈച്ച് ബ്ലോക്ക്. അതിന്റെ ബ്ലോക്ക് ഡയഗ്രാം വരയ്ക്കുക. ഓരോ ഫങ്ഷൻസിന്റെയും ഓരോ ബ്ലോക്കിന്റെയും ഫങ്ഷൻസ് എഴുതാനാണ് എക്സാമിന് ചോദിക്കുക. അതുപോലെ അപ്ലിക്കേഷൻസ് ഓഫ് എംബഡഡ് സിസ്റ്റം. ഒരു 3 മാർക്കിനായാലും ഒരു 6 മാർക്കിനായാലും എക്സാമിന് ചോദിക്കുന്നതാണ് അപ്ലിക്കേഷൻസ് ഓഫ് എംബഡഡ് സിസ്റ്റം. എംബഡഡ് സിസ്റ്റം എഴുതിയിട്ട് അപ്ലിക്കേഷൻ ചോദിച്ചില്ലെങ്കിലും അത് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ എക്സാമിന് ചോദിക്കുന്നതായിരിക്കും. സോ സിലബസിലെ ഫസ്റ്റ് ലൈൻ ഓവർവ്യൂ ഓഫ് എംബഡഡ് സിസ്റ്റം. അതായത് എന്താണ് ഒരു എംബഡഡ് സിസ്റ്റം എന്ന് പറയുന്നത്. എംബഡഡ് സിസ്റ്റത്തിന്റെ 2 ഡെഫിനിഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് അതുപോലെ പഠിക്കുക. നോക്കാം എന്താണ് എംബഡഡ് സിസ്റ്റത്തിന്റെ ഡെഫിനിഷൻ. An embedded system can be defined as it is a microprocessor or microcontroller based system designed to perform a specific function within a larger system. ഒരു സ്പെസിഫിക് ഫംഗ്ഷന് വേണ്ടി അല്ലെങ്കിൽ ഒരു സ്പെസിഫൈഡ് അപ്ലിക്കേഷന് വേണ്ടി ഡിസൈൻ ചെയ്യുന്ന മൈക്രോ കൺട്രോളർ ബേസ്ഡ് സിസ്റ്റത്തെയാണ് ഒരു എംബഡഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരു AC കൺസിഡർ ചെയ്യാം. ഓക്കെ, AC നമ്മൾ അതിൻ്റെ ഉള്ളിൽ മൈക്രോ കൺട്രോളറും അതിന് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്സും അതെല്ലാം അടങ്ങിയതാണ് ഒരു എംബഡഡ് സിസ്റ്റം എന്ന് പറയുന്നത്. അതേസമയം നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ അതിൻ്റെ ഔട്ട്സൈഡ് ബോഡി മാത്രമാണ് കാണുന്നത്. അതിൻ്റെ ഉള്ളിൽ ഒരു എംബഡഡ് സിസ്റ്റം ഉണ്ട് എന്ന് നമുക്ക് ഒരാൾ പുറമേ നോക്കുമ്പോൾ അറിയില്ല. ഓക്കെ, ഒരു നോർമൽ കമ്പ്യൂട്ടറും ഒരു എംബഡഡ് സിസ്റ്റം തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ലാപ്ടോപ്പിലാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് അതിനെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒക്കെ നമുക്ക് മാറ്റി പ്രോഗ്രാം ചെയ്യാം. അതേസമയം അതിൽ ഉപയോഗിക്കുന്ന മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത് എൻഡ് യൂസറിന് അത് പ്രോഗ്രാം ചെയ്യാൻ പറ്റില്ല. ഫ്യൂച്ചറിൽ പറ്റിയായിരിക്കും, പക്ഷെ ഇപ്പോഴത്തെ സമയത്ത് അത് ഓൾറെഡി ഫാക്ടറി പ്രോഗ്രാംഡ് ഡിവൈസ് ആണ് അതിൽ എംബഡ് ചെയ്തിരിക്കുന്നത്. സോ ഇതാണ് ഒരു നോർമൽ കമ്പ്യൂട്ടറും ഒരു എംബഡഡ് സിസ്റ്റം തമ്മിലുള്ള വ്യത്യാസം. ഒരു സ്പെസിഫിക് അപ്ലിക്കേഷന് വേണ്ടി ഡിസൈൻ ചെയ്യുന്ന സിസ്റ്റത്തെയാണ് എംബഡഡ് സിസ്റ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങളെ ഡെഫിനിഷൻ അതുപോലെ പഠിക്കുക. ഡെഫിനിഷൻ 1 എന്തായിരുന്നു? എംബഡഡ് സിസ്റ്റം ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ഇറ്റ് ഈസ് എ മൈക്രോ കൺട്രോളർ ഓർ മൈക്രോ പ്രോസസർ ബേസ്ഡ് സിസ്റ്റം designed to perform a specific function within a larger system. Okay, ഒരു എംബഡഡ് സിസ്റ്റത്തിന് എക്സാമ്പിൾസ് നോക്കിയേ. വാഷിംഗ് മെഷീൻ കൺട്രോളർ, ലൈറ്റ് ട്രാഫിക് കൺട്രോളർ, മൈക്രോവേവ് ഓവൻ, ഡിജിറ്റൽ ക്യാമറ, ഓട്ടോമൊബൈൽ എഞ്ചിൻ കൺട്രോൾ യൂണിറ്റ്, മെഡിക്കൽ മോണിറ്ററിംഗ് സിസ്റ്റം, ലേസർ പ്രിന്റർ, റെഫ്രിജറേറ്റർ, എയർപ്ലെയിൻ ഏവിയോണിക് സിസ്റ്റം. അപ്പൊ നമ്മളൊരു ഡെയിലി ലൈഫിലൊക്കെ കാണുന്ന ഒരു എംബഡഡ് സിസ്റ്റത്തിന്റെ എക്സാമ്പിൾസ് ആണ് ഇതെല്ലാം. ഓക്കെ, അപ്പോൾ ഡെഫിനിഷൻ നമ്പർ 2 നോക്കാം. ഡെഫിനിഷൻ 2, ഇറ്റ് ഈസ് എ ഡെഡിക്കേറ്റഡ് കമ്പ്യൂട്ടർ സിസ്റ്റം. ആ പേര് ഓർത്ത് വയ്ക്കുക. ഡെഡിക്കേറ്റഡ് കമ്പ്യൂട്ടർ സിസ്റ്റം ആണ്. ഒരു സ്പെസിഫിക് അപ്ലിക്കേഷന് വേണ്ടി മാത്രമേ അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. വിത്ത് hardware and software built to accomplish a particular task.
ഓഫൺ വിത്ത് റിയൽ ടൈം കൺസ്ട്രെയിൻസ്. അതൊരു റിയൽ ടൈം കൺസ്ട്രെയിൻസുമായി മീറ്റ് ചെയ്യുന്ന സിസ്റ്റമാണ് എംബഡഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു മിസൈൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എംബഡഡ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ അതിനെ റിയൽ വേൾഡുമായിട്ട് മീറ്റ് ചെയ്യുന്നതാണ്. അതിൻ്റെ ടാർഗറ്റ് മാറും, അതുപോലെ അതിൻ്റെ എൻവയോൺമെന്റിലെ കണ്ടീഷൻസ് മാറും. അതിനനുസരിച്ചെല്ലാം അതിൻ്റെ ഡയറക്ഷൻ എല്ലാം ഓട്ടോമാറ്റിക്കലി ശരിയാക്കണം. ഓക്കെ, അപ്പോൾ ഒരു റിയൽ വേൾഡുമായി മീറ്റ് ചെയ്യുന്ന സിസ്റ്റംസ് ആയിരിക്കും ഒരു എംബഡഡ് സിസ്റ്റത്തിൽ മെയിൻ ആയിട്ട് വരുന്നത്. അപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, എന്താണ് ഒരു എംബഡഡ് സിസ്റ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എംബഡഡ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷന് വേണ്ടി ഡിസൈൻ ചെയ്യുന്ന മൈക്രോ കൺട്രോളർ ബേസ്ഡ് സിസ്റ്റത്തെയാണ് എംബഡഡ് സിസ്റ്റം എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾസ് ഏതൊക്കെയാ? ഡിജിറ്റൽ ക്യാമറ, AC, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, മിസൈൽ, എക്സെട്ര എക്സെട്ര. ഇനി അതിന്റെ ബ്ലോക്ക് ഡയഗ്രാം ആണ് കാണിച്ചിരിക്കുന്നത്. ഒരു ബേസിക് എംബഡഡ് സിസ്റ്റത്തിന്റെ ബ്ലോക്ക് ഡയഗ്രാം ആണ് ഫിഗർ എയിൽ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കുക, ഇതിന്റെ മെയിൻ എലമെന്റ് എന്ന് പറയുന്നത് എംബഡഡ് കമ്പ്യൂട്ടർ ആണ്. ഇതിലെ മെയിൻ എലമെന്റ് ആയിട്ട് വരുന്നത്, അതിന്റെ ബ്രെയിൻ ആയിട്ട് വരുന്നത് എംബഡഡ് കമ്പ്യൂട്ടർ ആണ്. അതിൽ എന്തൊക്കെയുണ്ട്? ഹാർഡ്വെയർ ഉണ്ട്, പ്ലസ് സോഫ്റ്റ്വെയറും ഉണ്ട്. ഓക്കെ, ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ചെയ്ത സിസ്റ്റമാണ് എംബഡഡ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. അതിലോട്ട് ഇൻപുട്ട് വേരിയബിൾസ് വരുന്നുണ്ട്. ഇൻപുട്ട് വേരിയബിൾസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സെൻസർ ഡാറ്റ ആയിരിക്കും. സെൻസർ ഡാറ്റ ക്യാൻ ബി ടെമ്പറേച്ചർ, പ്രഷർ, ഹ്യൂമിഡിറ്റി, അങ്ങനെ ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റി വേണമെങ്കിലും ഇൻപുട്ട് വേരിയബിൾ ആയിട്ട് വരാവുന്നതാണ്. ഓക്കെ, ആ സെൻസർ വേരിയബിൾസ് ആണ് അല്ലെങ്കിൽ ഇൻപുട്ട് വേരിയബിൾസ് ആണ് എംബഡഡ് കമ്പ്യൂട്ടറിലോട്ട് കൊടുക്കുന്നത്. അതിനെയാണ് ഔട്ട്പുട്ട് വേരിയബിൾസ് ആയിട്ട് ഔട്ട്പുട്ടിൽ കാണിക്കുന്നത്. അതൊരു ഡിസ്പ്ലേ ആവാം, ആക്ച്വേറ്റർ ആവാം, മെഷീൻ ആവാം, എന്ത് വേണമെങ്കിലും ഔട്ട്പുട്ട് വേരിയബിൾസ് ആയിട്ട് വരാവുന്നതാണ്. ഓക്കെ, പിന്നെ ആ സിസ്റ്റത്തെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസർ ഇന്റർഫേസ് കൂടി ഉണ്ടാവും. ഫിംഗർ പ്രിന്റ് സെർച്ചർ, ദെൻ സെൻസർ, കീപാഡ്, സ്വിച്ച്, ഇതെല്ലാമാണ് യൂസർ ഇന്റർഫേസ് ആയിട്ട് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. കൂടാതെ ലിങ്ക് ടു അതർ സബ് സിസ്റ്റംസ്, ഇതിന് ശേഷം വരുന്ന വേറെ സിസ്റ്റമായിട്ട് കണക്ട് ചെയ്യാനുള്ള ലിങ്കും കൂടി, പോർട്ട് കൂടി അതിൽ ഉണ്ടാവും. ഈ ഒരു എൻറ്റയർ സിസ്റ്റത്തെയാണ് ഒരു എംബഡഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ബേസിക്കലി എന്താണ്? ഡെഡിക്കേറ്റഡ് കമ്പ്യൂട്ടർ സിസ്റ്റം ഫോർ എ പർട്ടിക്കുലർ ടാസ്ക്. അപ്പൊ നിങ്ങൾ ഇവിടെ ഈ സ്ലൈഡിൽ പഠിക്കേണ്ടത് ഈ രണ്ട് ഡെഫിനിഷൻസ് പഠിക്കുക. ഡെഫിനിഷൻ 1ഉം ഡെഫിനിഷൻ 2ഉം പഠിക്കുക. പിന്നെ അതിന്റെ എക്സാമ്പിൾസ് കൂടി അതുപോലെ എഴുതി വെക്കുക. ഇതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത്. എംബഡഡ് സിസ്റ്റം എന്നുള്ള ഹെഡിങ് കൊടുക്കുക, 2 ഡെഫിനിഷൻ എഴുതുക, എക്സാമ്പിൾ എഴുതുക. ബ്ലോക്ക് ഡയഗ്രാം നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ബ്ലോക്ക് ഡയഗ്രാം ആണ് നോക്കാൻ പോകുന്നത്. ഈ സ്ലൈഡിലെ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ഇതാണ് ഒരു എംബഡഡ് സിസ്റ്റത്തിന്റെ ബ്ലോക്ക് ഡയഗ്രാം എന്ന് പറയുന്നത്. ഈ ബ്ലോക്ക് ഡയഗ്രാം ആണ് നിങ്ങൾ യൂണിവേഴ്സിറ്റി എക്സാമിന് വരച്ചു വെക്കേണ്ടത്. ഓക്കെ, ഒരു 3 പ്രാവശ്യം നോക്കി വരയ്ക്കുക, അടുത്ത 2 പ്രാവശ്യം നോക്കാതെ വരയ്ക്കുക, എന്നിട്ട് ആദ്യത്തുമായിട്ട് കമ്പയർ ചെയ്യുക. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് ചെയ്യുക, തെറ്റില്ലെങ്കിൽ കറക്റ്റ് ചെയ്യുക. നിങ്ങളൊരു നോട്ട്ബുക്ക് ഓപ്പൺ ആക്കുക, യൂണിവേഴ്സിറ്റി എക്സാമിന് വേണ്ടി ഒരു നോട്ട്ബുക്ക് ഓപ്പൺ ആക്കുക. അതിലോട്ട് ഈ ഡയഗ്രാംസ് ആദ്യം വരച്ച് കയറ്റി വെക്കുക. ക്ലാസ് കാണുമ്പോൾ അതിനെക്കുറിച്ച് മനസ്സിലാവും. നിങ്ങൾ ഹെഡിങ് കൊടുക്കുക, ബ്ലോക്ക് ഡയഗ്രാം ഓഫ് എംബഡഡ് സിസ്റ്റം എന്ന് ഹെഡിങ് കൊടുക്കുക. ആദ്യം ഫിഗേഴ്സ് ഒക്കെ അതിൽ വരച്ച് കയറ്റുക. സിലബസിൽ ഓരോ ലൈനും 10 മാർക്കിന് വേണ്ടി പഠിക്കുകയാണെങ്കിൽ എല്ലാ യൂണിവേഴ്സിറ്റി എക്സാമും സുഖമായിട്ട് പാസ്സാവാൻ പറ്റുന്നതാണ്. ഓക്കെ, 100ൽ 100 മാർക്ക് നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഒരു എംബഡഡ് സിസ്റ്റത്തിന്റെ ബേസിക് ബ്ലോക്ക് ഡയഗ്രാം ആണ് ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ഇതിന്റെ മെയിൻ ബ്ലോക്സ് ഏതാ നോക്കാം. ഏതൊക്കെയാണ്? ഫസ്റ്റ് 1 എന്ന് പറയുന്നത് സെൻസർ ആണ്. സെക്കൻഡ് 1 അനലോഗ് ടു ഡിജിറ്റൽ കൺവെർട്ടർ ആണ്. അനലോഗ് ടു ഡിജിറ്റൽ കൺവെർട്ടർ. തേർഡ് 1 മൈക്രോ പ്രോസസർ ഓർ മൈക്രോ കൺട്രോളർ, അതാണ് തേർഡ് ബ്ലോക്ക് ആയിട്ട് വരുന്നത്. ഫോർത്ത് 1 ഡിജിറ്റൽ ടു അനലോഗ് കൺവെർട്ടർ, ഡിജിറ്റൽ ടു അനലോഗ് കൺവെർട്ടർ DAC. ആൻഡ് ഫിഫ്ത്ത് 1 ആക്ച്വേറ്റർ. സിക്സ്ത് 1 മെമ്മറി. സെവൻത്ത് 1 മാനുവൽ ഇൻപുട്ട്. ആൻഡ് 8th 1 പവർ സപ്ലൈ. അങ്ങനെ 8 ബ്ലോക്കുകളാണ് ഒരു എംബഡഡ് സിസ്റ്റത്തിന് മെയിൻ ആയിട്ടുള്ളത്. ഈ ബ്ലോക്ക് ഡയഗ്രാം ആണ് നിങ്ങൾ വരച്ച് പഠിക്കേണ്ടത്. ഏതൊക്കെ ബ്ലോക്ക്? സെൻസർ,
ADC, MPMC, DAC, ആക്ച്വേറ്റർ, മെമ്മറി, മാനുവൽ ഇൻപുട്ട് ആൻഡ് പവർ സപ്ലൈ. നമുക്ക് ഓരോന്നിൻ്റെയും ഫങ്ഷൻസ് ആണ് ഡീറ്റെയിൽ ആയിട്ട് വേണ്ടത്. ഓക്കെ, അതാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. ഓരോ ബ്ലോക്കിന്റെ ഫങ്ഷൻസ് ആണ് നിങ്ങൾ എക്സാമിന് എഴുതി വെക്കേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സെൻസർ ആണ്. സെൻസർ അല്ലെങ്കിൽ നമ്മൾ അതിനെ ട്രാൻസ്ഡ്യൂസർ എന്ന് പറയും. സെൻസർ അല്ലെങ്കിൽ ട്രാൻസ്ഡ്യൂസർ. ഓക്കെ, ഈ സെൻസറിലോട്ടാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി വരുന്നത്. ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കാം? ടെമ്പറേച്ചർ ആവാം, പ്രഷർ ആവാം, ഹ്യൂമിഡിറ്റി ആവാം. ഓക്കെ, ആ വാല്യൂസിനെ സെൻസ് ചെയ്യാൻ വേണ്ടിയാണ് എന്ത് ഉപയോഗിക്കുന്നത്? ട്രാൻസ്ഡ്യൂസർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വോൾട്ടേജോ കറന്റോ ആയിരിക്കും. ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി ആയി കൺവേർട്ട് ചെയ്യും. ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി. ഫോർ എക്സാമ്പിൾ, ഒരു ടെമ്പറേച്ചർ സെൻസർ കൺസിഡർ ചെയ്യും. ടെമ്പറേച്ചർ സെൻസർ അത് ചെയ്യുന്നത് ഇപ്പോൾ ഒരു സോൾഡറിങ് അയൺ ചൂടാക്കിയിട്ട് ആ സെൻസറിന്റെ മുകളിൽ വെക്കാന്ന് വിചാരിക്കുക. ആ സെൻസർ എന്ത് ചെയ്യും? ആ ടെമ്പറേച്ചറിനെ ഔട്ട്പുട്ട് വോൾട്ടേജ് ആക്കി മാറ്റും. വരുന്ന ടെമ്പറേച്ചറിനെ വോൾട്ടേജ് ആക്കി മാറ്റും. അപ്പോൾ വരുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്. അതിന്റെ ഔട്ട്പുട്ടിൽ കിട്ടുന്നത് ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ സെൻസറിന്റെ ബേസിക് ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് ഈസ് എ ട്രാൻസ്ഡ്യൂസർ വിച്ച് കൺവേർട്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇൻടു ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി. ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി ക്യാൻ ബി ടെമ്പറേച്ചർ, pressure, humidity, etc. and the electrical quantity can be voltage or current. അപ്പോൾ ഇവിടെ വരുന്നത് അനലോഗ് വാല്യൂസ് ആയിരിക്കും സെൻസറിന്റെ ഔട്ട്പുട്ടിൽ ഉണ്ടാവുക. അനലോഗ് വാല്യൂസ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഫങ്ഷൻസ് നോക്കിയേ. ഇത് ഡിറ്റക്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഫ്രം ദ എൻവയോൺമെന്റ്. ഫിസിക്കൽ ക്വാണ്ടിറ്റി ഏതൊക്കെയാ? ടെമ്പറേച്ചർ, പ്രഷർ, ഹ്യൂമിഡിറ്റി, എക്സെട്ര. കൺവേർട്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇൻടു ഇലക്ട്രിക്കൽ സിഗ്നൽ. ഇലക്ട്രിക്കൽ സിഗ്നൽ എന്ന് പറയുമ്പോൾ ഔട്ട്പുട്ട് എന്തായിരിക്കും? വോൾട്ടേജോ കറന്റോ ആയിരിക്കും. ഇറ്റ് പ്രൊവൈഡ്സ് ഇൻപുട്ട് ടു ദ എംബഡഡ് സിസ്റ്റം. ഒരു എംബഡഡ് സിസ്റ്റത്തിന് വേണ്ട ഇൻപുട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് സെൻസർ ആണ്. എക്സാമ്പിൾസ്: ടെമ്പറേച്ചർ സെൻസർ, പ്രഷർ സെൻസർ, ലൈറ്റ് സെൻസേഴ്സ്. ഇതൊക്കെ സെൻസറിന് എക്സാമ്പിൾ ആണ്. സെൻസറിന്റെ ഫംഗ്ഷൻ മനസ്സിലായോ? എന്താ ചെയ്യുന്നത് സെൻസർ? ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി ആക്കി മാറ്റുകയാണ് സെൻസർ ചെയ്യുന്നത്. സെക്കൻഡ് വൺ, ADC. അനലോഗ് ടു ഡിജിറ്റൽ കൺവെർട്ടർ. അപ്പൊ ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇവിടെ വരുന്നത് എന്താണ്? അനലോഗ് വാല്യൂസ് ആണ് വരുന്നത്. അനലോഗ് വാല്യൂസ്. ഈ അനലോഗ് വാല്യൂസിനെ മൈക്രോ പ്രൊസസറിനോ മൈക്രോ കൺട്രോളറിനോ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല, പ്രോസസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ അനലോഗ് വാല്യൂവിനെ ഡിജിറ്റൽ ആക്കി മാറ്റണം. സീറോസും വൺസ്, 0 1 ആക്കി മാറ്റണം. ഡിജിറ്റൽ ആക്കി മാറ്റാൻ വേണ്ടിയാണ് ADC യൂസ് ചെയ്യുന്നത്. അനലോഗ് വാല്യൂവിനെ ഡിജിറ്റൽ ആക്കി കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ് അനലോഗ് ടു ഡിജിറ്റൽ കൺവെർട്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് കൺവേർട്സ് analog signal into digital signal, makes sensor output suitable for process. കാരണം ഇതിന്റെ ഔട്ട്പുട്ട് അനലോഗ് ആണ്, ഡയറക്റ്റ് ആയിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യാൻ മൈക്രോ കൺട്രോളറിന് പറ്റില്ല. അപ്പൊ അനലോഗ് വാല്യൂവിനെ ഡിജിറ്റൽ ആക്കി മാറ്റണം. അതാണ് ADC ചെയ്യുന്നത്. സാമ്പിൾസ് ആൻഡ് ക്വാണ്ടൈസസ് ദ ഇൻപുട്ട് സിഗ്നൽ. ഇവിടെ നടക്കുന്ന രണ്ട് പ്രോസസ്സാണ്. സാമ്പിളിംഗ് എന്ന് പറയുന്ന പ്രോസസ്സും സാമ്പിളിംഗ് ആൻഡ് ക്വാണ്ടൈസേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ADCയിൽ നടക്കുന്ന മെയിൻ രണ്ട് പ്രോസസ്സാണ് സാമ്പിളിങ്ങും ക്വാണ്ടൈസേഷനും. അതിന് പേര് മാത്രം പഠിക്കുക, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആവശ്യമില്ല. ഒരു essay ടൈപ്പ് ക്വസ്റ്റ്യൻ ആകുമ്പോൾ നമുക്ക് അതിനുള്ള കാര്യങ്ങൾ, അത്രയും കാര്യങ്ങൾ ഇതിൽ എഴുതി വെക്കാനായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഈ ഓർത്ത് വെക്കുക, ADCയിൽ നടക്കുന്ന രണ്ട് പ്രോസസ്സാണ് സാമ്പിളിങ്ങും അതുപോലെ ക്വാണ്ടൈസേഷനും. ഇറ്റ് ഇംപ്രൂവ്സ് ദ ആക്യുറസി ഓഫ്
ഡാറ്റ പ്രോസസ്സിംഗ്. അപ്പോൾ ഒരു എ ഡി സിയുടെ മെയിൻ ഫംഗ്ഷൻ എന്താണ്? സെൻസറിന്റെ ഔട്ട്പുട്ട് അനലോഗ് വാല്യൂ ആണ്. ആ അനലോഗ് വാല്യൂവിനെ ഡിജിറ്റൽ ആക്കി മാറ്റുക എന്നുള്ളതാണ് എ ഡി സിയുടെ ഫംഗ്ഷൻ. അവിടെ നടക്കുന്ന രണ്ട് പ്രോസസ്സ് ഏതാണ്? സാമ്പിളിങ്ങും ക്വാണ്ടൈസേഷനുമാണ് എ ഡി സിയിൽ നടക്കുന്ന പ്രോസസ്. നെക്സ്റ്റ് വൺ, മൈക്രോ പ്രൊസസർ ആൻഡ് മൈക്രോ കൺട്രോളർ. ഈ ഒരു എൻറ്റയർ സിസ്റ്റത്തിലെ മെയിൻ ബ്ലോക്കാണ് മൈക്രോ പ്രൊസസർ അല്ലെങ്കിൽ മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത്. മൈക്രോ കൺട്രോളർ ആണ് എംബെഡഡ് സിസ്റ്റത്തിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ആക്ട് ആസ് ദ ബ്രെയിൻ ഓഫ് ദ സിസ്റ്റം. എൻറ്റയർ ഓപ്പറേഷനെ കൺട്രോൾ ചെയ്യുന്നത് മൈക്രോ കൺട്രോളർ മൈക്രോ പ്രൊസസർ ആണ്. ഇറ്റ് ആക്ട് ആസ് ദ ബ്രെയിൻ ഓഫ് ദ സിസ്റ്റം. ഇറ്റ് പ്രോസസ് ഇൻപുട്ട് ഡാറ്റ അക്കോർഡിംഗ് ടു ദ പ്രോഗ്രാം. അതായത് ഓരോ മ്യൂസിയിലും നമുക്ക് ആ അപ്ലിക്കേഷൻ അനുസരിച്ചുള്ള പ്രോഗ്രാം റൺ ചെയ്തിട്ടുണ്ടാവും. ആ അപ്ലിക്കേഷൻ അനുസരിച്ച് ആ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് മൈക്രോ കൺട്രോളറിന്റെ ഫംഗ്ഷൻ. ഇറ്റ് ഓൾസോ കൺട്രോൾ ഓൾ ഫങ്ഷൻസ് ഓഫ് അതർ ബ്ലോക്സ്. സെൻസ് ഔട്ട്പുട്ട് കൺട്രോൾ സിഗ്നൽസ്. ഇറ്റ് ഓൾസോ സെൻസ് ഔട്ട്പുട്ട് കൺട്രോൾ സിഗ്നൽസ്. അപ്പോൾ ഒരു എംബെഡഡ് സിസ്റ്റത്തിന്റെ മെയിൻ ആൾ എന്ന് പറയുന്നത് മൈക്രോ കൺട്രോളർ ആണ്. അതിന് ബ്രെയിൻ ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ്. എല്ലാ ഓപ്പറേഷൻസിനെയും കൺട്രോൾ ചെയ്യുന്നത് മൈക്രോ കൺട്രോളർ ആണ്. നെക്സ്റ്റ് വൺ, മെമ്മറി. ഓക്കെ, മെമ്മറി എന്ന് പറയുന്നത് എന്ത് ചെയ്യുക? ഒരു ടെമ്പററി സ്റ്റോറേജ് ആയിട്ടും പെർമനന്റ് സ്റ്റോറേജ് ആയിട്ടും ആക്ട് ചെയ്യുന്നത് മെമ്മറിയാണ്. ഇറ്റ് സ്റ്റോർസ് പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻ. ഇറ്റ് സ്റ്റോർസ് ടെമ്പററി ആൻഡ് പെർമനന്റ് ഡാറ്റ. ഡാറ്റ എന്ന് പറയുന്നത് ടെമ്പററി ആയിട്ടും സ്റ്റോർ ചെയ്യും. അത് റൺ ടൈമിലെ പ്രോഗ്രാംസ് ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യും. നമുക്ക് ലോങ് ടൈമിന് ആവശ്യമുള്ളത് പെർമനന്റ് മെമ്മറിയിലാണത് സ്റ്റോർ ചെയ്യുന്നത്. റോം ഓർ ഫ്ലാഷ് മെമ്മറി സ്റ്റോർസ് ഫിക്സഡ് പ്രോഗ്രാം. അതേസമയം റാം സ്റ്റോർസ് ഡാറ്റ ഡ്യൂറിങ് എക്സിക്യൂഷൻ. രണ്ട് മെമ്മറി വരുന്നത് റാമും റോമും. റാം എന്ന് പറയുന്നത് ടെമ്പററി ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി, റോം എന്ന് പറയുന്നത് പെർമനന്റ് പ്രോഗ്രാം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് റോം യൂസ് ചെയ്യുന്നത്. അപ്പോൾ മെമ്മറി എന്ന് പറയുന്നത് എന്താണ്? സ്റ്റോറേജ് ഏരിയ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ടെമ്പററി ആൻഡ് പെർമനന്റ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് മെമ്മറിയിലാണ്. മാനുവൽ ഇൻപുട്ട്. ഓക്കെ, മാനുവൽ ഇൻപുട്ട്. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു എ സി ഉണ്ട്. എ സി നമുക്ക് എന്ത് ചെയ്യണം? അതിന്റെ റിമോട്ട് വെച്ച് ആ ടെമ്പറേച്ചർ കൂട്ടണം, കുറയ്ക്കണം, സ്വിങ് അതെല്ലാം ഓൺ ഓഫ് ആക്കണം. ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് മാനുവൽ ഇൻപുട്ട് വെച്ചുകൊണ്ടാണ്. ഓക്കെ, അത് സ്വിച്ച് ആവാം, റിലേ ആവാം, എന്ത് വേണമെങ്കിലും ആവാം. ഇറ്റ് അലോസ് യൂസർ ടു ഗിവ് കമാൻഡ്സ്. ആ എംബെഡ് സിസ്റ്റം വർക്ക് ചെയ്യാൻ ആവശ്യമായ കമാൻഡ് കൊടുക്കാൻ വേണ്ടിയാണ് മാനുവൽ ഇൻപുട്ട് യൂസ് ചെയ്യുന്നത്. ഇറ്റ് യൂസസ് സ്വിച്ചസ്, കീപാഡ് ഓർ ബട്ടൺസ്. helps to set modes or values, sends user input to the processor. ഓക്കെ, നമ്മുടെ എൻഡ് യൂസറിന്റെ ആവശ്യം അനുസരിച്ച് ഇൻപുട്ട് കൊടുക്കുന്നത് മാനുവൽ സ്വിച്ച് മുഖേനയാണ്. ഓക്കെ, ഇതാണ് മാനുവൽ സ്വിച്ചിന്റെ ഫംഗ്ഷൻ. ദെൻ DAC, ഡിജിറ്റൽ ടു അനലോഗ് കൺവെർട്ടർ. ഈ മൈക്രോ കൺട്രോളറിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അതൊരു ഡിജിറ്റൽ വാല്യൂ ആയിരിക്കും. ഡിജിറ്റൽ വാല്യൂ അതിനെ വോൾട്ടേജോ കറന്റോ അനലോഗ് വാല്യൂ ആക്കാൻ വേണ്ടിയാണ് എന്തുപയോഗിക്കുന്നത്? DAC യൂസ് ചെയ്യുന്നത്. മൈക്രോ പ്രൊസസറിൽ നിന്നുള്ള ഡിജിറ്റൽ വാല്യൂവിനെ അനലോഗ് വാല്യൂ ആക്കാൻ വേണ്ടിയാണ് DAC യൂസ് ചെയ്യുന്നത്. ഫംഗ്ഷൻ എന്താ? ഇറ്റ് കൺവേർട്സ് ഡിജിറ്റൽ സിഗ്നൽ ഇൻ ടു അനലോഗ് സിഗ്നൽ യൂസ്ഡ് വെൻ ഔട്ട്പുട്ട് ഡിവൈസ് നീഡ്സ് അനലോഗ് ഇൻപുട്ട്, പ്രൊവൈഡ് അനലോഗ് വോൾട്ടേജ് ഓർ കറന്റ് ഔട്ട്പുട്ട്. അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അനലോഗ് വോൾട്ടേജോ കറന്റോ ആയിരിക്കും. ഇറ്റ് ആക്ട് ആസ് എ ഇന്റർഫേസ് ബിറ്റ്വീൻ പ്രൊസസർ ആൻഡ് ദ ആക്ച്വേറ്റർ. ഈ പ്രൊസസറും ആക്ച്വേറ്ററും തമ്മിലുള്ള ഇന്റർഫേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നതും DAC ആണ്. DACയുടെ ഫംഗ്ഷൻ എന്താ? മെയിൻ ആയിട്ട് മൈക്രോ പ്രൊസസറിൽ നിന്നുള്ള ഡിജിറ്റൽ വാല്യൂവിനെ അനലോഗ് ആക്കി കൺവേർട്ട് ചെയ്യുന്നു. ഈ ഡിവൈസും ആക്ച്വേറ്ററും തമ്മിലുള്ള ഒരു ഇന്റർഫേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നതും DAC ആണ്. നെക്സ്റ്റ് വൺ, ആക്ച്വേറ്റർ.
എന്തിനാണ് ആക്ച്വേറ്റർ യൂസ് ചെയ്യുന്നത്? നമുക്കൊരു ഡിസ്പ്ലേ ഡിവൈസ് അല്ലെങ്കിൽ ഒരു മോട്ടർ വർക്ക് ചെയ്യണം, അതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ആക്ച്വേറ്റർ എന്ന് പറഞ്ഞാൽ. അവസാനത്തെ ഒരു ബ്ലോക്ക് ആയിട്ട് വരുന്നതാണ് ആക്ച്വേറ്റർ. ഇറ്റ് കൺവേർട്സ് ഇലക്ട്രിക്കൽ സിഗ്നൽ ഇൻടു ഫിസിക്കൽ ആക്ഷൻ. ഇവിടെ നമുക്ക് വോൾട്ടേജോ കറന്റോ ആണ് വരിക. അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു മോട്ടറിനെ റൺ ചെയ്യണം അല്ലെങ്കിൽ ഒരു ഡിവൈസിനെ ഓപ്പറേറ്റ് ചെയ്യണം, അതിനുള്ള ഒരു ബ്ലോക്ക് ആയിട്ടാണ് ആക്ച്വേറ്റർ വർക്ക് ചെയ്യുന്നത്. ഇറ്റ് പെർഫോംസ് ഫൈനൽ കൺട്രോൾ ഓപ്പറേഷൻ. എക്സാമ്പിൾസ്: മോട്ടർ, റിലേ, ബസർ, ഹീറ്റർ എക്സെട്ര. പ്രൊഡ്യൂസസ് മൂവ്മെന്റ്, സൗണ്ട്, ഹീറ്റ് ഓർ ലൈറ്റ്. അപ്പൊ ഒരു അവസാനത്തെ എൻഡ് ഡിവൈസ് ആയിട്ട് വരുന്നതാണ് ആക്ച്വേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഒക്കെ ഇൻപുട്ട് അനുസരിച്ചുകൊണ്ട് ഒരു മോട്ടർ റൺ ചെയ്യണം അല്ലെങ്കിൽ ഒരു ടെമ്പറേച്ചർ കൂട്ടണം, അതെല്ലാം വർക്ക് ചെയ്യുന്നത് ആക്ച്വേറ്റർ മുഖേനയാണ്. ലാസ്റ്റ് വൺ, പവർ സപ്ലൈ. അതായത് ഒരു എംബഡഡ് സിസ്റ്റം വർക്ക് ചെയ്യണമെങ്കിൽ നമുക്കൊരു ബാറ്ററി വേണം, ഒരു DC പവർ സപ്ലൈ ആവശ്യമാണ്. ഫോർ എക്സാമ്പിൾ ഒരു 12 വോൾട്ടേജ് DCയോ ഒരു DC വോൾട്ടേജ് ഇത് വർക്ക് ചെയ്യാൻ ആവശ്യമാണ്. അപ്പൊ അതിനു വേണ്ടിയുള്ള പവർ കൊടുക്കാൻ വേണ്ടിയാണ് പവർ സപ്ലൈ യൂസ് ചെയ്യുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് DC പവർ ടു ഓൾ ബ്ലോക്സ്. അത് സർക്യൂട്ട് അല്ലെങ്കിൽ ആ മൈക്രോ കൺട്രോളർ വർക്ക് ചെയ്യാൻ ആവശ്യമായ പവർ സപ്ലൈ കൊടുക്കാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് കൺവേർട്സ് AC പവർ ഇൻടു റെഗുലേറ്റഡ് DC. നമ്മൾ ആ പവർ നേരെ 230 വോൾട്ടേജ് AC-ലോട്ടാണ് കണക്ട് ചെയ്യുന്നത്. അതിനെ DC ആക്കി മാറ്റാൻ വേണ്ടിയാണ് പവർ സപ്ലൈ യൂസ് ചെയ്യുന്നത്. ഇറ്റ് എൻഷുവേഴ്സ് സ്റ്റേബിൾ ഓപ്പറേഷൻ ഓഫ് ദ സിസ്റ്റം. ഓക്കെ. ഇറ്റ് പ്രൊട്ടക്ട് ദ സർക്യൂട്ട് ഫ്രം വോൾട്ടേജ് ഫ്ലക്ച്വേഷൻസ്. അതിൽ എന്ത് വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ വന്നാലും അതിന്റെ വർക്കിങ്ങിനെ തടയരുത്. ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള സപ്ലൈ വോൾട്ടേജ് കിട്ടാൻ വേണ്ടിയാണ് പവർ സപ്ലൈ യൂസ് ചെയ്യുന്നത്. പവർ സപ്ലൈ എന്ന് പറയുന്നത് എന്താണ്? ഒരു DC പവർ സപ്ലൈ ആണ്. AC-നെ DC ആക്കി കൺവേർട്ട് ചെയ്യുന്നു. ഈ മൈക്രോ കൺട്രോളർ വർക്ക് ചെയ്യാൻ ആവശ്യമായ സഫിഷ്യന്റ് വോൾട്ടേജ് കൊടുക്കുകയാണ് പവർ സപ്ലൈയുടെ ഫംഗ്ഷൻ. സോ ഇത്രയുമാണ് ഒരു എംബഡഡ് സിസ്റ്റത്തിന്റെ ബ്ലോക്ക് ഡയഗ്രവും അതിന്റെ ഫങ്ഷൻസുമായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എക്സാമിന് എന്താ ചെയ്യുക? ഈ ബ്ലോക്ക് ഡയഗ്രാം അതുപോലെ വരയ്ക്കുക, നമ്മൾ നേരത്തെ കാണിച്ച സബ് ഹെഡിങ് എഴുതുക, ഓരോ ഫങ്ഷൻസും അതുപോലെ എഴുതി വെക്കുക. ഇതിൽ ബ്ലോക്സ് ഏതൊക്കെയായിരുന്നു? സെൻസർ, ADC, മൈക്രോ പ്രൊസസർ, മൈക്രോ കൺട്രോളർ, DAC, ആക്ച്വേറ്റർ, മെമ്മറി, മാനുവൽ ഇൻപുട്ട് ആൻഡ് പവർ സപ്ലൈ. ബ്ലോക്ക് ഡയഗ്രാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുപോലെ ഓരോ ബ്ലോക്കിന്റെയും ഫങ്ഷൻസ് എന്തായെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. PDF എടുക്കുക, അതുപോലെ വായിച്ച് പഠിക്കുക, അതുപോലെ എക്സാമിന് എഴുതി വെക്കുക. കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വൺ, അപ്ലിക്കേഷൻസ് ഓഫ് എംബഡഡ് സിസ്റ്റം. ഈ എംബഡഡ് സിസ്റ്റം എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? സിലബസിലെ രണ്ടാമത്തെ ലൈനാണ് അപ്ലിക്കേഷൻസ് ഓഫ് എംബഡഡ് സിസ്റ്റം. അതൊരു 3 മാർക്കിനോ അല്ലെങ്കിൽ 6 മാർക്കിനോ ചോദിക്കാം. അപ്പൊ അതൊരു 10 പോയിന്റ്സ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. 10 പോയിന്റ്സ് അതുപോലെ പഠിക്കുക, അതിന്റെ എക്സാമ്പിൾസ് കൂടി പഠിക്കുക കേട്ടോ. ഈ ഹെഡിങ്ങും അതിന്റെ എക്സാമ്പിൾസും ഉണ്ട്, അതാണ് ഇവിടെ പഠിക്കേണ്ടത്. എംബഡഡ് സിസ്റ്റം എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ഫസ്റ്റ് എവിടെ യൂസ് ചെയ്യുന്നത്? കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ഫീൽഡിൽ യൂസ് ചെയ്യുന്നു. ഓട്ടോമൊബൈൽ സിസ്റ്റത്തില്, ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ, മെഡിക്കൽ എക്യുപ്മെന്റ്സ്, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, ഹോം ഓട്ടോമേഷൻ, എയറോസ്പേസ് ആപ്ലിക്കേഷൻ, ഡിഫൻസ് സിസ്റ്റം, ബാങ്കിങ് ആൻഡ് കൊമേഴ്ഷ്യൽ സിസ്റ്റംസ്, ഓഫീസ് ഓട്ടോമേഷൻ സിസ്റ്റംസ്. ഈ 10 പോയിന്റ്സ് അതുപോലെ പഠിക്കുക, അതിന് എക്സാമ്പിൾസും എഴുതി വെക്കണം കേട്ടോ. അതായത് അപ്ലിക്കേഷൻസ് ഓഫ് എംബഡഡ് സിസ്റ്റം. ഒന്നാമത്തെ അപ്ലിക്കേഷൻ എന്തായിരുന്നു? കൺസ്യൂമർ ഇലക്ട്രോണിക്സിലാണ്. എവിടേക്കാണ് എംബഡഡ് സിസ്റ്റം യൂസ് ചെയ്യുന്നത്? ഒന്ന് കൺസ്യൂമർ ഇലക്ട്രോണിക്സിലാണ്. ഈ വാഷിംഗ് മെഷീനിൽ അതില് മൈക്രോ കൺട്രോളർ ആണ് യൂസ് ചെയ്യുന്നത്. ദെൻ മൈക്രോവേവ് ഓവൻ, സ്മാർട്ട് TV, ഇതെല്ലാം എംബഡഡ് സിസ്റ്റത്തിന്റെ അപ്ലിക്കേഷൻസ് ആണ്. എംബഡഡ് സിസ്റ്റം കൺട്രോൾ ദ വർക്കിംഗ് ഓഫ് ഡെയിലി യൂസ് ഇലക്ട്രോണിക് ഡിവൈസസ്. ദേ മേക്ക് അപ്ലയൻസസ് ഓട്ടോമാറ്റിക്, സ്മാർട്ട് ആൻഡ് യൂസർ ഫ്രണ്ട്ലി. എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? വാഷിംഗ് മെഷീൻ, മൈക്രോവേവ് ഓവൻ, സ്മാർട്ട് TV. ഇതിന്റെ സബ് ഹെഡിങ്ങും അതിന്റെ
എക്സാമ്പിളും ആണ് എഴുതി വെക്കുന്നത്. ഇത് 2-3 എക്സാമ്പിൾ എഴുതി വെക്കുക. ഇൻ ഓട്ടോമൊബൈൽ സിസ്റ്റംസ്, ഓട്ടോമൊബൈൽ സിസ്റ്റത്തിൽ എവിടെയൊക്കെ ഉപയോഗിക്കുന്നത്? ആന്റി ബ്രേക്കിംഗ് സിസ്റ്റം, ഓക്കെ, ABS, ഇപ്പോഴത്തെ കാറുകളിലൊക്കെ ഉള്ള ABS സിസ്റ്റം, എയർ ബാഗ് സിസ്റ്റം, എൻജിൻ കൺട്രോൾ യൂണിറ്റിലെല്ലാം എംബഡഡ് സിസ്റ്റം യൂസ് ചെയ്യുന്നു. ഇറ്റ് ഇംപ്രൂവ് വെഹിക്കിൾ സേഫ്റ്റി, കൺട്രോൾ ആൻഡ് പെർഫോമൻസ്. ദേ ആർ യൂസ്ഡ് ഫോർ എൻജിൻ കൺട്രോൾ, ബ്രേക്കിംഗ് ആൻഡ് മോണിറ്ററിംഗ്. ABS, എയർ ബാഗ് സിസ്റ്റം, എൻജിൻ കൺട്രോൾ യൂണിറ്റ്. ഇതാണ് ഈ ഏരിയയിലെ എക്സാമ്പിൾസ്. തേർഡ് വൺ, ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ഓക്കെ, റോബോട്ടുകളെ യൂസ് ചെയ്യുന്നത് അത് എംബഡഡ് സിസ്റ്റത്തിന്റെ ഒരു അപ്ലിക്കേഷൻ ആണ്. CNC മെഷീൻസ്, ഇതാണ് CNC മെഷീൻ ആയിട്ട് വരുന്നത്. ദെൻ PLC സിസ്റ്റംസ്, ഇതെല്ലാം ഒരു ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ എംബഡഡ് സിസ്റ്റത്തിന്റെ അപ്ലിക്കേഷൻ ആണ്. ഇറ്റ് കൺട്രോൾ മെഷീൻസ് ആൻഡ് പ്രൊഡക്ഷൻ പ്രോസസ് ഓട്ടോമാറ്റിക്കലി. ദ ഇംപ്രൂവ് സ്പീഡ്, ആക്യുറസി ആൻഡ് എഫിഷ്യൻസി ഇൻ ഇൻഡസ്ട്രീസ്. നെക്സ്റ്റ് വൺ, മെഡിക്കൽ എക്യുപ്മെന്റിൽ എംബഡഡ് സിസ്റ്റം യൂസ് ചെയ്യുന്നു. ദേ ആർ യൂസ്ഡ് ടു പ്രൊവൈഡ് പേഷ്യന്റ് മോണിറ്ററിംഗ് സിസ്റ്റം ആൻഡ് ഡയഗ്നോസിസ്. ദേ ഹെൽപ്പ് ഡോക്ടേഴ്സ് ടു ഗെറ്റ് ആക്യുറേറ്റ് ആൻഡ് ക്വിക്ക് റിസൾട്ട്. എക്സാമ്പിൾ എന്ന് പറയുന്നത് ECG മെഷീൻ, BP മോണിറ്റർ ആൻഡ് ഇൻസുലിൻ പമ്പ്. ഇതെല്ലാം ഒരു മെഡിക്കൽ ഫീൽഡിൽ എംബഡഡ് സിസ്റ്റത്തിന്റെ അപ്ലിക്കേഷന് എക്സാമ്പിൾ ആണ്. അതുപോലെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലെ എക്സാമ്പിൾ ഏതൊക്കെയാണ്? മൊബൈൽ ഫോൺ, മൊബൈൽ ഫോൺ എന്ന് പറയുന്ന ഒരു എംബഡഡ് സിസ്റ്റത്തിന് എക്സാമ്പിൾ ആണ്. റൂട്ടർ, മോഡം, ഇതെല്ലാം കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തില് അതിന്റെ എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് വൺ, ഹോം ഓട്ടോമേഷൻ. ഹോം ഓട്ടോമേഷനിൽ എന്താ ഉപയോഗിക്കുന്നത്? സ്മാർട്ട് ലൈറ്റ് ആണ്, അത് എംബഡഡ് സിസ്റ്റത്തിന് എക്സാമ്പിൾ ആണ്. സ്മാർട്ട് ലോക്ക്, അതുപോലെ സെക്യൂരിറ്റി അലാംസ്, ഒരു IoT എനേബിൾഡ് ഡിവൈസ് എല്ലാം ഒരു എംബഡഡ് സിസ്റ്റത്തിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ദെൻ എയറോസ്പേസ് അപ്ലിക്കേഷൻസ്. എയറോസ്പേസിൽ എവിടെ യൂസ് ചെയ്യുന്ന എക്സാമ്പിൾ ഏതൊക്കെയാ? ഓട്ടോ പൈലറ്റ് സിസ്റ്റം, അതൊരു എംബഡഡ് സിസ്റ്റത്തിന് എക്സാമ്പിൾ ആണ്. ഫ്ലൈറ്റ് കൺട്രോൾ സിസ്റ്റം, അതുപോലെ സാറ്റലൈറ്റ്, ഇതെല്ലാം എയറോസ്പേസ് അപ്ലിക്കേഷന് എക്സാമ്പിൾ ആണ്. ഡിഫൻസ് സിസ്റ്റത്തിലെ എംബഡഡ് സിസ്റ്റത്തിന് എക്സാമ്പിൾ ആണ് റഡാർ സിസ്റ്റം, മിസൈൽ ഗൈഡൻസ് സിസ്റ്റം, ഡ്രോൺസ്. ലാസ്റ്റ് അപ്ലിക്കേഷൻസ് ആണ് ബാങ്കിങ് ആൻഡ് കൊമേഴ്ഷ്യൽ സിസ്റ്റംസ്. ബാങ്കിങ് ആൻഡ് കൊമേഴ്ഷ്യൽ സിസ്റ്റംസ്, ബാങ്കിങ്ങിൽ ഏതൊക്കെ യൂസ് ചെയ്യുന്നത്? ATM എന്ന് പറയുന്ന എംബഡഡ് സിസ്റ്റം ആണ്. POS മെഷീൻ, അതുപോലെ ബാർകോഡ് സ്കാനർ, ഇതെല്ലാം എംബഡഡ് സിസ്റ്റത്തിന് എക്സാമ്പിൾ ആണ്. ഓഫീസ് ഓട്ടോമേഷൻ സിസ്റ്റം, ഇതിൽ ഏതൊക്കെ എക്സാമ്പിൾ? ലേസർ പ്രിന്റർ, സ്കാനർ, ബയോമെട്രിക് അറ്റൻഡൻസ് സിസ്റ്റം, ഇതെല്ലാം എംബഡഡ് സിസ്റ്റത്തിന്റെ അപ്ലിക്കേഷൻസ് ആണ്. അപ്പൊ നിങ്ങൾ പഠിക്കേണ്ട എന്താണ്? ഓരോ ടൈറ്റിലും അതിന്റെ എക്സാമ്പിൾസുമാണ് എക്സാമിന് എഴുതി വെക്കേണ്ടത്. ഓക്കെ, സോ ദീസ് ആർ ദ അപ്ലിക്കേഷൻസ് ഓഫ് എംബഡഡ് സിസ്റ്റം. ഏതൊക്കെയായിരുന്നു? കൺസ്യൂമർ ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ സിസ്റ്റംസ്, ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ, മെഡിക്കൽ എക്യുപ്മെന്റ്, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, ഹോം ഓട്ടോമേഷൻ, എയറോസ്പേസ് അപ്ലിക്കേഷൻ, ഡിഫൻസ് സിസ്റ്റം, ബാങ്കിങ് ആൻഡ് കൊമേഴ്ഷ്യൽ സിസ്റ്റംസ് ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ സിസ്റ്റം. നമ്മൾ PDF ഇത് ഷെയർ ചെയ്യുന്നതായിരിക്കും, ആപ്പിൽ ഉണ്ടായിരിക്കും. അത് നോക്കി അതേപോലെ തന്നെ എഴുതി വെക്കുക, അതിന്റെ എക്സാമ്പിൾസും എഴുതി വെക്കുക കേട്ടോ. അപ്പൊ ഇതായിരുന്നു നമ്മുടെ മൊഡ്യൂൾ 1 ഫസ്റ്റ് ടോപ്പിക് ആയിരുന്നു, ഓവർവ്യൂ ഓഫ് എംബഡഡ് സിസ്റ്റം ആൻഡ് അപ്ലിക്കേഷൻസ് ഓഫ് എംബഡഡ് സിസ്റ്റം എന്നുള്ളത്. ഈ ഭാഗത്ത് നിന്ന് എക്സാമിന് ചോദിക്കുന്നത് എംബഡഡ് സിസ്റ്റത്തിന്റെ ഡെഫിനിഷൻ ആണ് ചോദിക്കുക. എന്താണ് എംബഡഡ് സിസ്റ്റം എന്ന് പറയുന്നത്? എംബഡഡ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് ആപ്ലിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന മൈക്രോ കൺട്രോളർ ബേസ്ഡ് സിസ്റ്റത്തെയാണ് ഒരു എംബഡഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ആ രണ്ട് ഡെഫിനിഷൻസും അതിന്റെ എക്സാമ്പിൾസും എഴുതി വെക്കുക. പിന്നെ എംബഡഡ് സിസ്റ്റത്തിന്റെ ബ്ലോക്ക് ഡയഗ്രാം ആണ് പഠിക്കാനുള്ളത്. ബ്ലോക്ക് ഡയഗ്രാം വൃത്തിക്ക് വരയ്ക്കുക, അതിന്റെ പോയിന്റ്സ് എഴുതി വെക്കുക, അതുപോലെ അപ്ലിക്കേഷൻസും. അപ്പൊ എങ്ങനെ ചോദിച്ചാലും 2-10 മാർക്ക് എന്ന രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് അങ്ങനെ തന്നെ പഠിച്ച് അങ്ങനെ തന്നെ എഴുതി വെച്ചാൽ മതിയാവും. അതിന്റെ കൺസെപ്റ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക.
ഈ സബ്ജക്റ്റ് ഈസി ആയിട്ട് പാസ്സാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, അപ്പോൾ അടുത്ത ടോപ്പിക്കുമായി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഓൾ.